ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ നമ്മുടെ ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബയോളജി എക്സാമിൻ്റെ റിവ്യൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അല്ലാതെ ഇടുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു നിലവിലത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോട്ടണി വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലോണം എഴുതാൻ പറ്റി. കാരണം ഞാൻ ബോട്ടണി മൊത്തം പഠിച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ നല്ലോണം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബോട്ടണി. എന്നിട്ട് കൂടിയും ബോട്ടണി ഒരുവിധം അത്യാവശ്യം വൃത്തിക്ക് എഴുതാൻ എനിക്ക് പറ്റി. പിന്നെ എൻ്റെ സുവോളജിയുടെ കാര്യം പറയുന്നത് ഭയങ്കര കോമഡിയാണ്. അതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ സുവോളജിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഖദാഖുഹ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയായിരുന്നു. ഞാൻ പിന്നെ നമുക്ക് ഓർമ്മയുള്ളതും പിന്നെ പഠിച്ചിട്ട് പോയ ചാപ്റ്റേഴ്സിനും ഉണ്ടായിരുന്നില്ല, കൂടെ വെച്ച് തട്ടിക്കൂട്ടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സുവോളജി എക്സാമും എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ബോട്ടണി കുഴപ്പമില്ല, ഞാൻ ടെക്സ്റ്റ് ഇത്ര ചോദിക്കുന്ന പ്രതീക്ഷയില്ല, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സുവോളജി പക്ഷേ എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പം സുവോളജി പഠിച്ചാൽ കുറച്ചുകൂടെ എഴുതാൻ പറ്റുമായിരുന്നു എന്നൊരു തോന്നൽ വന്ന്. പക്ഷെ പഠിച്ചില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തോ ബോട്ടണി പറ്റുന്ന പോലെയൊക്കെ എഴുതി. സുവോളജി മാത്രമല്ല, ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂളൊക്കെ തരുമ്പോൾ പഠിക്കാനും പാടാണ്. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ബയോളജിയുടെ എക്സാം അത്ര നല്ല സുഖമുള്ള എക്സാം ഒന്നുമല്ല, എല്ലാവർക്കും നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റത്തില്ല. ഇതിന് തന്നെ സുവോളജി എന്തെങ്കിലും അറിയാവുന്ന കുറച്ചെന്തെങ്കിലും അറിയാവുന്നതുകൊണ്ട് ബോട്ടണി അത്യാവശ്യം വൃത്തിക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് നല്ലോണം എഴുതാൻ പറ്റി. അപ്പോൾ ബോട്ടണി പോലും അത്യാവശ്യം നന്നായിട്ട് നോക്കാതെ വന്നവർക്ക് ബോട്ടണി ആയിരിക്കും ഭയങ്കര പാടായിട്ട് തോന്നി. കാരണം ടെക്സ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ കൂടെ വരുവാണെങ്കിൽ ഒന്നും എഴുതാൻ പറ്റില്ല, അതായിരിക്കും അവസ്ഥ. പക്ഷേ സുവോളജി അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ട് വന്നവർക്ക് സുവോളജി പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും. അതാണ് ഒരു അവസ്ഥ. ഇത് എൻ്റെ റിവ്യൂ ആണ്, നിങ്ങൾക്കൊക്കെ വേറെ രീതിക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.